എല്ലാവർക്കും പ്രണാമം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും സുഖമുണ്ടാകട്ടെ ജഗദീശ്വരി. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവ്വകഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വരവിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ്സുള്ളവരും ആക്കി തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വരവിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ്സുള്ളവരും ആക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വര. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളുമായി തീരട്ടെ ജഗദീശ്വരി. ശാന്തിയും സമാധാനവും എല്ലായിടത്തും നിലകൊള്ളട്ടെ ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും അവരവർ ചെയ്യുന്ന ജോലികളും അവരവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരവർ ചെയ്യുന്ന ക്രിയകളും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളും അമ്മേ മഹാദേവി വൃത്തിയോടുകൂടിയും ഭംഗിയോടുകൂടിയും ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടിയും ഈശ്വരാർപ്പണ ബോധത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സർവാചാര്യന്മാരെയും സർവ്വദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ്വഗുരുക്കന്മാരെയും സർവീശ്വരന്മാരെയും സർവ്വധർമ്മദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ജോലിയെടുക്കുന്നവർക്കും ജോലി എടുപ്പിക്കുന്നവർക്കും ആയുധനുടമകൾക്കും ആയുധ ഉപഭോക്താക്കൾക്കും ഏവരുടെയും കുടുംബങ്ങൾക്കും ഗുണം ചെയ്യത്തക്ക രീതിയിൽ ജോലി ചെയ്യുവാനുള്ള കഴിവ് നൽകി, കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി, പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി, ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി. ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ജഗദീശ്വരി. അമ്മേ മഹാദേവി. വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വവിഷാംശങ്ങളെയും സർവ്വമാലിന്യങ്ങളെയും അകറ്റണം ജഗദീശ്വരി. അകറ്റണം ജഗദീശ്വരി. അമ്മേ മഹാദേവി. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ദേഹത്തിനാവശ്യമായിട്ടുള്ള ശരീരത്തിനാവശ്യമായിട്ടുള്ള മനസ്സിനാവശ്യമായിട്ടുള്ള ബുദ്ധിക്കാവശ്യമായിട്ടുള്ള സർവ്വ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി. അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി. അജ്ഞാനമായിട്ടുള്ള ചിന്തകളകറ്റി വിജ്ഞാനത്തെ നൽകി രക്ഷിക്കണം അമ്മേ മഹാദേവി. കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയും പ്രവൃത്തിശുദ്ധിയും പ്രാർത്ഥനാശുദ്ധിയും കൈവരുത്തി ശ്രദ്ധയും ശുദ്ധിയും കൈവരുത്തി ബുദ്ധിയും വിദ്യയും നൽകി വിവേകബോധം നൽകി അറിവും ബോധവും നൽകി അറിവിൻ്റെ മഹാസത്യബോധം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി. ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോപരമായും ബോധപരമായും ഉപബോധപരമായും സർവ്വബോധതലങ്ങളിലും സർവ്വബോധമണ്ഡലങ്ങളിലും അമ്മേ മഹാദേവി ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വചിന്തകളിൽ നിന്നും സർവ്വപ്രവൃത്തികളിൽ നിന്നും സർവ്വകർമ്മങ്ങളിൽ നിന്നും സർവ്വക്രിയകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെ രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി. അമ്മേ മഹാദേവി. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഏവരിലും ഞങ്ങളുടെ നാട്ടിലും സർവ്വനാട്ടിലും ലോകത്തിലുള്ള എല്ലായിടത്തും നിലനിൽക്കുന്ന സർവ്വ
പ്രകൃതി ദുരന്ത ദോഷങ്ങളിൽ നിന്നും സർവ്വ ആദിവ്യാധിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഞങ്ങളുടെ നാട്ടിനെയും സർവ്വനാട്ടിനെയും ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കണം. അനുഗ്രഹിക്കണം പ്രകൃതീശ്വരി, അനുഗ്രഹിക്കണം പ്രകൃതീശ്വരി, അനുഗ്രഹിക്കണം പ്രകൃതീശ്വരി. ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന സർവ്വ രോഗദുരിതങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ശാപപാപങ്ങളിൽ നിന്നും ഞങ്ങൾക്കും ഏവർക്കും മുക്തിയും മോചനവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം. അനുഗ്രഹിക്കണം ജഗദീശ്വരി, രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന സർവ്വ ആദിവ്യാധിയിൽ നിന്നും സർവ്വ പ്രകൃതി ദുരന്ത ദോഷങ്ങളിൽ നിന്നും സർവ്വ ആദിവ്യാധിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം. അനുഗ്രഹിക്കണം പ്രകൃതീശ്വരി, രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, ഏവർക്കും ഒരിക്കൽ കൂടി പ്രണാമം. തുടരുന്നു. ശരീരമാകുന്ന വാഹനവും ആത്മാവാകുന്ന ഡ്രൈവറും മുതലാളിയാകുന്ന അല്ലെങ്കിൽ യജമാനനാകുന്ന മനസ്സും യുക്തിയും വ്യക്തിയുമെന്ന സുഹൃത്തുക്കളും അല്ലെങ്കിൽ ആ മഹാതലങ്ങളും നിലകൊള്ളുന്നു. ആയവ തുടരുന്നു. ഈ വീഡിയോ ആദ്യം കാണുന്നവർ ഇതിൻ്റെ മുൻപേ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ആയവ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം, ശ്രമിക്കണം. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, രക്ഷിതാക്കൾക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഡോക്ടർമാർക്ക് വേണ്ടി, വക്കീലന്മാർക്ക് വേണ്ടി, ജഡ്ജിമാർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, കൂലിപ്പണിക്കാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, കച്ചവടക്കാർക്ക് വേണ്ടി, ബിസിനസ്സുകാർക്ക് വേണ്ടി, ലോകത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യനാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി പറയുന്നു വാക്യങ്ങളും വാചകങ്ങളും. ചമയിക്കുന്നു വർണ്ണങ്ങളും അലങ്കാരങ്ങളും ഒരുക്കങ്ങളുമായിക്കൊണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾക്ക് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും ഒക്കെ കുറവായതുകൊണ്ടുള്ള, അപ്രകാരമുള്ള അപജ്ഞത കൊണ്ടുള്ള ചിലപ്പോൾ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവാം. ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങൾ ആവണം എന്നില്ല ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാകുക. അതുകൊണ്ട് പൊറുക്കണം, മാപ്പാക്കണം. നല്ലത് മാത്രം കണ്ടുകൊണ്ട്, നന്മ മാത്രം കണ്ടുകൊണ്ട് ഓരോ മനുഷ്യരുടെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനായിക്കൊണ്ടുള്ള വാക്കുകളും ആയവ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടും ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമാണ് വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരായ്മകളുണ്ടെങ്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം, മാപ്പാക്കണം, ക്ഷമിക്കണം. പറയുന്നു, നമുക്ക് കിട്ടിയ മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഈ സുഹൃതം നിറഞ്ഞ ഈ ജന്മം സുഹൃതം നിറഞ്ഞ ജന്മമായി മാറണം. ഏവർക്കും ആയുധനായിക്കൊണ്ട് പറയുന്നു, ആയുധനായിക്കൊണ്ട് നിലകൊള്ളണം എന്ന് സൂചിപ്പിക്കുന്നു വാക്കുകളിലൂടെ. അപ്രകാരം അറിയിക്കുന്ന ഏവരെയും എല്ലാവരെയും, കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സഹോദരന്മാരെയും സഹോദരന്മാരെയും ബന്ധുക്കളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനോടും ലോകത്തോടും പറയുന്നു, എല്ലാവരും മനുഷ്യരാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും ഒന്നു തന്നെയാണെന്നുള്ളൊരു ബോധ്യം എല്ലാവരിലും വരേണ്ടതായിട്ടുണ്ട്. അപ്രകാരമുള്ള നന്മയോടുകൂടി, സ്നേഹ സ്വഭാവശുദ്ധിയോടുകൂടി, കൂട്ടായ്മയോടുകൂടി സമൂഹത്തിൽ ഏവരും ഒന്നായി ഭവിക്കണം, ഒന്നായി മാറണം. നല്ല ചിന്തയോടുകൂടി, നല്ല പ്രവർത്തനങ്ങളോടുകൂടി, ആയതിൽ ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ എന്നില്ലാതെ കണ്ട്, ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഇല്ലാതെ കണ്ട് സമഭാവനക്കാരായി സമഭാവത്തോടു കൂടി പെരുമാറണം. ഏവരും സ്നേഹ സന്തോഷത്തോടും സാഹോദര്യ ബന്ധത്തോടും കൂടി ഏവരും ഉണരണം. കൂട്ടായ്മയോടുകൂടി, കുടുംബത്തോടുകൂടി, സമൂഹത്തോടുകൂടി ഉയരണം. മനുഷ്യരായി എന്നുള്ള ബോധ്യത്തോടു കൂടി ഉണരണം. ആയതിൽ നിന്നും ഉയരണം ഏവരും. നല്ലൊരു വാഹനത്തിനുടമയായി, നല്ലൊരു വാഹനമായി, ആ വാഹനം ഓടിക്കുന്ന നല്ലൊരു ഡ്രൈവറായി നമ്മൾ മാറണം.
സമൂഹത്തിലുള്ള എല്ലാവരെയും സഹായിച്ചുകൊണ്ട് നമ്മുടെ വാഹനമാകുന്ന വാഹനത്തിൽ മറ്റുള്ളവർക്ക് വാഹനമുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ മനസ്സപ്രകാരമായിരിക്കണം. നമ്മൾ ദൃശ്യമായിട്ട് നമ്മളൊരു വാഹനം വാങ്ങിയാൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അരികിലൂടെ പോകുന്നതായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കാണുമ്പോൾ നമ്മളെ കാറ് നിർത്തി അവരെ കയറ്റി ഉള്ളതുപോലെ എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പലരും ചെയ്യാത്തവരുണ്ട്, പലരും ചെയ്യുന്നവരുണ്ട്, കണ്ടിട്ടുണ്ട്. ആ വകയെല്ലാം അറിഞ്ഞിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. ചിലർ നമ്മളെ സുഹൃത്തുക്കളാവാം, പരിചയക്കാരാവാം, ബന്ധുക്കളാവാം. ചിലർ വാഹനം നിർത്തി ആ പരിചയക്കാരെയോ ബന്ധുക്കളെയോ കയറ്റിയിട്ട് പോകും. ചിലർ കണ്ട പാപം നടിക്കാതെ അല്പം കൂടി സ്പീഡ് കൂട്ടിക്കൊണ്ട് ആ വാഹനം മുന്നോട്ട് പോകും. ഇത് ധർമ്മമോ അധർമ്മമോ? ഇത് മാനുഷിക മൂല്യങ്ങൾക്കുതകുന്നതല്ല. തൻ്റെ വാഹനം തനിക്ക് പണമുണ്ട്, തനിക്ക് സ്വന്തം വാഹനമുണ്ട്. ആ പോകുന്നവൻ ദരിദ്രനായിട്ടുള്ള തൻ്റെ കുടുംബമോ തൻ്റെ സുഹൃത്തോ ആണ്. പക്ഷേ അവനിതിൽ കയറ്റിക്കൂടാ. അവൻ എന്നതിലും താഴുന്നവനാണ്. മറ്റുള്ളവരുടെ ഇടയിൽ ഞാനൊരു മോശക്കാരനായി മാറുമെന്നുള്ളൊരു അഹങ്കാര ചിന്ത അദ്ദേഹത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു. കേൾക്കണം ഏവരും, നമ്മളിങ്ങനെ ആയിക്കൂടാ. നമുക്കെപ്പോഴും സ്വന്തമായിട്ടൊരു വാഹനമുണ്ടെങ്കിൽ ആ വാഹനം നമ്മൾ ഓടിച്ചു പോവുകയോ അല്ലെങ്കിൽ വേറൊരു ഡ്രൈവർ ഓടിച്ചു പോകുകയോ ആവട്ടെ, ആ സഹോദരൻ വാഹനം കാത്തു നിൽക്കുകയാണെങ്കിൽ, റോഡരികിലൂടെ പോകുകയാണെങ്കിൽ ഒരല്പം മാന്യത കാണിച്ചുകൂടെ? ഈ സമൂഹത്തിലുള്ള നമ്മളെപ്പോലുള്ള ഒരുത്തന് അവന് സ്വന്തം വാഹനം വാങ്ങാൻ കഴിവില്ലാത്തവനാവാം. അവൻ അത്യാവശ്യമായി എവിടേക്കെങ്കിലും പോകുവാൻ വേണ്ടി നിൽക്കുന്നതാവാം. ഒന്ന് ചോദിച്ചുകൂടെ, എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ പോകുന്ന വഴിക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത്? ആണെങ്കിൽ ഇതിൽ കയറിക്കോളൂ. ഇന്ന സ്ഥലം വരെ ഞങ്ങൾ പോകുന്നുണ്ട്, അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പോകേണ്ട ഭാഗത്തേക്ക് പോവാം. ഞങ്ങൾ പോവേണ്ടടുത്തേക്കും ഞങ്ങൾക്കും പോവാം. ഇങ്ങനെയുള്ളൊരു മാതൃകാപരമായിട്ടുള്ളൊരവസ്ഥയിലൂടെ നിങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പോകണം. ഇതെൻ്റെ വാഹനമാണെന്നുള്ള ചിന്ത നിങ്ങൾ വിടണം. ഈ വാഹനവും നമ്മളും കൂടി നമുക്ക് അപ്രകാരമുള്ള അഹങ്കാരം ആ ഒരു വിഷയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എതിരെ വരുന്ന വാഹനം ഏത് സമയത്തും അഹങ്കാരിയായിട്ടുള്ള നമ്മുടെ സ്വന്തം പേരിലുള്ള വാഹനത്തെയും നമ്മളെയും തകിടുപൊടിയാക്കുന്ന രീതിയിലൂടെ മറ്റുള്ളവൻ്റെ അബോധാവസ്ഥയിലുള്ള ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പാകപ്പിഴവോ കാരണം ഏതുമാവട്ടെ നമുക്കും നമ്മുടെ വാഹനത്തിനും നമുക്കും നാശം സംഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥ ഏത് നിമിഷവും നമ്മളെ തേടിയെത്തുന്നുള്ളൊരു ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടാവണം. അപ്പോൾ എന്ത് വേണം? നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു വാഹനത്തിന് ഉടമയാണ്. ആ വാഹനത്തിനെല്ലാം സൗകര്യമുണ്ടാവും. ആ വാഹനം ഒരുപാട് പൈസയുടെ വാഹനമാവാം. ആ ദരിദ്രനായിരിക്കുന്ന തൻ്റെ കുടുംബത്തെ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നിനും കൊള്ളാത്ത ഒരുത്തനായി ഈശ്വരൻ്റെ മുമ്പിൽ നിങ്ങൾ നിലകൊള്ളും. ഒരു ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ട് വേസ്റ്റായിട്ടുള്ളൊരു വസ്തുവിനെ പോലെ, വേസ്റ്റ് കൊട്ടയിൽ തൂക്കപ്പെട്ടതായിട്ടുള്ള ഒരു മലിനമായ ഈശ്വരൻ്റെ മുമ്പിൽ നിങ്ങൾ കാണപ്പെടും. അപ്രകാരമുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാവണം. ഞാനെന്നുള്ള ഭാവം കളഞ്ഞ് എന്തിനേയും ഏതിനേയും ഉൾക്കൊള്ളുന്നൊരു നല്ല മനസ്സിനുടമയായി നിങ്ങൾ മാറണം. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിക്കൂ. ആ നിൽക്കുന്ന ദരിദ്രനായിട്ടുള്ള കുടുംബം, ആ പോകുന്ന ദരിദ്രനായിട്ടുള്ള ആ വ്യക്തി എൻ്റെ കുടുംബമാണോ എൻ്റെ സുഹൃത്തോ ആയിരിക്കാം. നിങ്ങളൊന്ന് ചിന്തിക്കുക. ആ പോകുന്നവനാണ് ഈ വാഹനവുമായി പോകുന്നതെങ്കിൽ, ഞാനാണ് അവൻ്റെ സ്ഥാനത്തെങ്കിൽ നിൽക്കുന്നതെങ്കിൽ, നമ്മൾ ആരെയെങ്കിലും ആശുപത്രികളിലോ മറ്റോ ഉണ്ടാവും. അവരെ കാണാൻ വേണ്ടി നമ്മൾ വേഗം എത്തുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമുക്കൊരു വാഹനം പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരു വാഹനം വിളിച്ചു പോകുവാനുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒരവസ്ഥയും ഉണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ അദ്ദേഹത്തെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ കയറ്റി പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്നതായിട്ടുള്ള മനസ്സന്തോഷം, ആത്മസന്തോഷം നിങ്ങളൊരുപാട് ഉയർത്തും. അപ്രകാരം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മാത്രവുമല്ല,
നമ്മളൊരുപാട് പണം കൊടുത്ത് ഒരുപാട് പേരും പെരുമയും കൂട്ടും ചേർന്നിട്ടുള്ള ആഹാരം ഒരുപാട് പണം കൊടുത്ത് ഒരുപാട് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കുറഞ്ഞ പൈസയുടെ ഒരു അന്നം കഴിച്ചുകൊണ്ട് ആയതിൽ മറ്റ് ഭക്ഷണത്തിന് കൊടുത്തതായിട്ടുള്ള ആ പണത്തിന് വരുന്ന മിച്ചം വെച്ചിട്ടുള്ള ആ പണം കൊണ്ട് ഒരു ദരിദ്രനായിട്ടുള്ളൊരുവന് ഒരു നേരത്തെ ആഹാരം, നിങ്ങളൊരു നേരം കഴിക്കുന്ന ആഹാരം കൊണ്ട് നിങ്ങളുടെ വയറും നിറയും, ദരിദ്രനായിട്ടുള്ള പാവപ്പെട്ടവൻ്റെ വയറും നിറയില്ലേ? നിങ്ങൾക്കങ്ങനൊന്ന് ചിന്തിച്ചുകൂടെ? നമ്മൾ ഒരുപാട് പണമുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ദാനധർമാദികളും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. എങ്കിൽ ഒന്നും ചെയ്യാത്തവരുണ്ട്. ചിലർ ആരെയും അറിയിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നു, പലരും അറിയിച്ചുകൊണ്ടും ചെയ്യുന്നു. പലരും അവരറിയിച്ചിട്ടില്ല എങ്കിലും അവർ ചെയ്യുന്ന മാതൃകാപരമായിട്ടുള്ള ആ ദാനധർമാദികൾ മറ്റുള്ളവർ അറിഞ്ഞ് കേട്ടുകൊണ്ട് അവരെ പുകഴ്ത്തുകയും അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയെ ഒരുപാട് മാതൃകാപരമായി സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ നമ്മളെല്ലാവരും കാണുന്നു, ബഹുമാനിക്കുന്നു. ഇപ്രകാരമുള്ളൊരവസ്ഥയിലൂടെ നമുക്ക് മാറാൻ പറ്റുന്നെങ്കിൽ ചെയ്യാൻ എന്തു പറ്റും? സമൂഹത്തിൽ ഒരു മനുഷ്യനാണെന്നുള്ള കർത്തവ്യ ബോധ്യം തന്നിൽ നിലനിർത്തിക്കൊണ്ട് നമുക്കെന്തെല്ലാം ചെയ്യാൻ പറ്റും? നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അതിന് പണം വേണ്ട, അതിന് നമുക്ക് സ്വത്ത് വേണ്ട, അതിന് വാഹനം വേണ്ട. നമുക്ക് വാഹനമുണ്ടല്ലോ. സ്വന്തം വാഹനമില്ലാത്തവരായിട്ട് ആരുമില്ല അവിടെ ലോകത്തിൽ. ആ ഈശ്വരൻ്റെ കമ്പനിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വാഹനത്തിന് ഡ്രൈവറുമുണ്ട്, ഉടമയുമുണ്ട്, യുക്തിയും വ്യക്തിയും എന്നുള്ളൊരു കല. 5 ഉദ്ധരിച്ചു കൊണ്ടിറക്കിയിട്ടുള്ള വാഹനം. ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ മറ്റൊരാൾ പറയണം, എന്താ അപ്പം അവനെ കണ്ടാൽ അവൻ്റെ ഒരു കോലം, അദ്ദേഹത്തിന് പിടിക്കാത്തതായിട്ടുള്ളൊരു കോലം, ഒരു വേഷമാവും. ചിലപ്പോൾ കുറേ താടിയും മുടിയും, അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രം കാണുമ്പോൾ അവന് ചിലപ്പോൾ ആ കാണുന്നവന് മനസ്സിന് ഇഷ്ടപ്പെടാത്തതായിട്ടൊരു വസ്ത്രമാവും. ഒരു മങ്ങിയ കളറോ, ഒരു എന്താ പറയുക, ഒരു ഉദിപ്പില്ലാത്ത കളറുള്ളൊരു ഡ്രസ്സോ, പിന്നെ അവന് ഏതെങ്കിലും തരത്തിലുള്ള മുടിയോ താടിയോ ഒക്കെ വളർത്തി മീശയൊക്കെ വെച്ച് ആ സാധു ഇങ്ങനെ പോകുമ്പോൾ കാണുന്നവൻ പറയാൻ, എന്താ ഇവനെ കണ്ടാൽ അവനൊന്നും ഒരു വ്യക്തിത്വത്തിന് ഉടമല്ല. എന്താണ് വ്യക്തിത്വത്തിന് ഉടമ എന്ന് പറഞ്ഞാൽ? വെള്ളവസ്ത്രം ധരിച്ച് വെളുത്തത് മാത്രം കൊടുത്തുകൊണ്ട് താടി മീശയുമെല്ലാം അടിച്ച് മുടി കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല. നല്ലൊരു വ്യക്തി സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി മാറുന്നത് അവൻ ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ, മാറുമ്പോൾ ആ മനുഷ്യൻ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. അവൻ്റെ ശീലങ്ങൾ, അവനെല്ലാവരെയും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അവൻ്റെ മുമ്പിൽ ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ ഒന്നില്ലാതെ കണ്ട് എല്ലാവരെയും സമതുല്യത്തോടു കൂടി കാണുന്നവനൊരു മനസ്സും അപ്രകാരമുള്ളൊരു ബോധ്യമുള്ളവനാണ്. മാത്രമല്ല അവൻ പരസഹായിയുമാണ്, പരസ്പരം എല്ലാവരെയും സഹായിക്കുന്നവനുമാണ്, പരസഹായിയുമാണ്. എല്ലാവരുടെയും ഇടയിൽ ചെന്നുകൊണ്ട് തന്നാൽ കഴിയും വിധമുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പറ്റും പ്രകാരമുള്ളതായിട്ടുള്ള സഹായങ്ങളോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അദ്ദേഹം ചെയ്യുന്നു. മാതൃകാപരമായി മനുഷ്യനെന്നുള്ള വ്യക്തിത്വത്തിനുടമയായി എന്ന് മുദ്ര കുത്തുമ്പോൾ അവൻ നല്ലൊരു വ്യക്തിയായി മാറുന്നു. അവൻ്റെ യുക്തിയെ എങ്ങനെ നമ്മളറിയും? ഒരു മനുഷ്യനായി തീർന്നാൽ അവൻ യുക്തി കൊണ്ട് ചിന്തിക്കും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. അവൻ്റെ യുക്തി മാതൃകാപരമായി അവനിൽ ഉണർന്നു വരുന്നു. ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ വ്യക്തിക്കും, ഞാനെന്ന യുക്തിക്കും, ഞാനെന്ന വ്യക്തിക്കും, ഞാനെന്ന മനുഷ്യനും, എൻ്റെ സമൂഹത്തിനും, എൻ്റെ രാജ്യത്തിനും, ഈ ലോകത്തിനും ഗുണപ്രദമായിട്ടുള്ള വാക്കുകളാണോ ഞാൻ പറയുന്നത്? ഗുണപ്രദമായിട്ടുള്ള കർമ്മങ്ങളാണോ ഞാൻ ചെയ്യുന്നത്?
ഏവർക്കും ദോഷകരമല്ലാത്തതായിട്ടുള്ള അനുഷ്ഠാന രീതിയും കലകളുമാണോ ഞാൻ ആയതിലൂടെയാണോ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നല്ല വ്യക്തിത്വത്തിനും നല്ല യുക്തിക്കും കാരണഭൂതയായി ഭവിക്കുന്നു. ആ വാഹനവും ആ ഉടമയും ആ ഡ്രൈവറും. ഈശ്വരൻ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ഒരു ലക്ഷ്യം കൂടി മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. എന്താണ് ആ ലക്ഷ്യം? മറ്റുള്ള ജീവികൾക്കോ സസ്യങ്ങൾക്കോ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ബുദ്ധിയും വിവേകവുമല്ല മനുഷ്യന് ഈശ്വരൻ നൽകിയിട്ടുള്ളത്. എന്തും ഏതും തിരിച്ചറിയുവാനുള്ള കഴിവും, എന്തും ഏതും കാണുവാനും കേൾക്കുവാനും എവിടേക്കും എപ്പോഴും പോകുവാനുള്ള കഴിവും, എന്തും ഏതും നിർമ്മിക്കുവാനുള്ള കഴിവും, എന്തും ഏതും ചെയ്യുവാനുള്ള കഴിവും എല്ലാം തന്നുകൊണ്ടാണ് നമ്മളെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത്. നല്ലൊരു മെമ്മറിക്കുടമയാണ് നമ്മളെല്ലാവരും. ആരും മെമ്മറി ഗുണമില്ലാത്തവരായിട്ട് ജനിച്ചിട്ടില്ല. ചിലരുണ്ട് അങ്ങനെ. അവരെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. പാവങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വിഷമങ്ങൾ തോന്നും. പക്ഷേ ആ കുഞ്ഞത് അറിയുന്നില്ല. ഞാൻ ജനിച്ചിട്ടുണ്ടെന്ന കുഞ്ഞിന് തോന്നുന്നില്ല. ഞാനുണ്ടെന്നുള്ള കുഞ്ഞിന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബോധം പ്രപഞ്ചബോധമായി നിലകൊള്ളുന്നു. അദ്ദേഹത്തിന് വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ബോധമാണ്. സസ്യങ്ങൾക്കും വൃക്ഷലതാദികൾക്കൊക്കെയുള്ള ബോധം പ്രപഞ്ചബോധമാണ്. നമ്മളവരെ വെട്ടുമ്പോഴും അവരറുത്തെടുക്കുമ്പോഴും അവർക്ക് വേദന അനുഭവിക്കുന്നില്ല. കാരണം പ്രപഞ്ചബോധവുമായി ബന്ധമുള്ളവരാണ് വൃക്ഷങ്ങൾ. അവർ വളരുന്നു, അവർ കായ്കനികൾ നൽകുന്നു, വീണ്ടും നൽകുന്നു. ചില സമയങ്ങളിൽ പോകുവാൻ നേരത്തും അവരുടെ ആ സസ്യങ്ങളുടെ ആ ചെടി വീണ്ടും മണ്ണിൽ കലർന്ന് വളമായി മാറുന്നു. വീണ്ടും സസ്യങ്ങളുണ്ടാകുന്നു. അവർ ജനിക്കുമ്പോഴും ഗുണമുണ്ടാകുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു. സുഗന്ധം പരത്തുന്നതായിട്ടുള്ള പൂക്കളും ഔഷധ ഗുണമുള്ള പോഷകമൂല്യമുള്ള കായ്കനികളായി സസ്യങ്ങളും വൃക്ഷങ്ങളും മാറുന്നു. ആ വൃക്ഷങ്ങൾ ഉണങ്ങുന്ന സമയം അത്രയ്ക്കും ഫലമൂലാദികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനും ജീവികൾക്കും പക്ഷിപ്രവാദികൾക്കുമെല്ലാം വൃക്ഷലതാദികൾക്കും എല്ലാവർക്കും കൂടെയുള്ള സസ്യങ്ങൾക്കും ഗുണമായിക്കൊണ്ട് ഇങ്ങനെ ഇലകൾ കൊഴിഞ്ഞ് മണ്ണിൽ ചേരുന്നു. ആ മണ്ണിൽ ആ വൃക്ഷത്തിൻ്റെതായിട്ടുള്ള പോഷകമൂല്യങ്ങൾ മറ്റുള്ള സസ്യങ്ങളും വലിച്ചെടുക്കുന്നു. എല്ലാവർക്കും എന്തിനും പ്രകൃതിക്ക് ഗുണം ചെയ്യുന്ന ഒരു വൃക്ഷത്തിൻ്റെയോ ഒരു സസ്യത്തിൻ്റെയോ ഗണത്തിൽ പോലും നമ്മളെ പെടുത്താനായിക്കൊണ്ടാവില്ല. കാരണം നല്ലതെന്താണെന്നും നല്ലതല്ലാത്തതെന്താണെന്നും തിരിച്ചറിയുന്ന, തെറ്റാണെന്നും ശരിയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള, എന്ത് തെറ്റെന്നും എന്ത് ശരിയെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, ചതിക്കുന്നു, വഞ്ചിക്കുന്നു, വാക്ക് പാലിക്കാതിരിക്കുന്നു, വാക്കുകൾ കൊടുക്കുക മാത്രമേ ഉള്ളൂ. അത് പാലിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളെക്കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ഈ സമൂഹത്തിനും ആയതുപോലെ പ്രകൃതിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകൃതി കാണുന്ന ഈ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും വ്യവസ്ഥയുമെല്ലാം മനുഷ്യന് കണ്ണിനും കാതിനും അവൻ്റെ സ്വൈര്യപരമായിട്ടുള്ള ജീവിതത്തിനും കാലാവസ്ഥ വ്യവസ്ഥയ്ക്കും ഉതകുന്ന രീതിയിലൂടെയാണ് പ്രകൃതിയെ ഈശ്വരൻ നിർമ്മിച്ചിട്ടുള്ളത്. ആ പ്രകൃതിയെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് വലിയ വീടുകളെല്ലാം ഉണ്ടാക്കി ആ പ്രകൃതി സൗന്ദര്യത്തെയെല്ലാം നശിപ്പിച്ചുകൊണ്ട്, വൃക്ഷങ്ങളെ നശിപ്പിച്ചുകൊണ്ട്, എവിടെ ഒരു വൃക്ഷം കണ്ടാലും തൻ്റെ വീടിന് കാഴ്ചയുണ്ടാവില്ല, അതിനെ വെട്ടി നശിപ്പിച്ചേ തീരൂ. യാതൊരു തരത്തിലുള്ള പ്രകൃതിയെ ബഹുമാനിക്കാത്ത, സ്നേഹിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ. ബുദ്ധിയുള്ള മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെടി വെച്ചാൽ ഗുണമാണ്. ആ ചെടിക്ക് അറിഞ്ഞുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോൾ ഗുണമാണ്. മനുഷ്യൻ്റെ ജന്മം കൊണ്ട്, കർമ്മം കൊണ്ട് ഗുണമുണ്ടാകുന്നു. വൃക്ഷത്തായി നട്ടുപിടിച്ചാൽ ഗുണമുണ്ട്. സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ഗുണമുണ്ട്.
ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ ഗുണമുണ്ട്, അതിന് വെള്ളം ഒഴിക്കുമ്പോൾ ഗുണമുണ്ട്, അതിനെ ശുശ്രൂഷിക്കുമ്പോഴും പരിചരിക്കുമ്പോഴും ഗുണമുണ്ട്. ഇതെല്ലാം മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന കർമ്മങ്ങളത്രേ എന്ന് പറയുന്നു. ഏതൊരു ജീവിക്കാണോ നമ്മൾ അന്നപാനീയങ്ങളോ ആഹാരങ്ങളോ കണ്ടറിഞ്ഞു കൊടുക്കുന്നത്, അതും മാനുഷിക മൂല്യങ്ങൾക്കുതകുന്നതത്രേ. ആയതുകൊണ്ടും അവൻ ഗുണത്തിനായിക്കൊണ്ട് അവൻ അവകാശിയായി തീരുന്നു തൻ്റെ മുമ്പിൽ. നമ്മളറിയണം എല്ലാ കാര്യങ്ങളും. നമുക്കുള്ളത് നമുക്കൊരു പ്രാർത്ഥിക്കാനേ കഴിവുള്ളൂ. നമുക്ക് സാമ്പത്തികപരമായിട്ടൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്രകാരമുള്ള സമൂഹത്തിൽ അപ്രകാരം നമുക്കൊന്നും ചെയ്യാനായിക്കൊണ്ട് സാധിക്കുന്നില്ല. നമുക്കൊന്ന് സാധിക്കും. ഏവർക്കും അറിയണം, നിങ്ങൾ നമുക്ക് പ്രാർത്ഥന കൊണ്ട് ഒരുപാട് ഗുണം ചെയ്യാനായിക്കൊണ്ട് സാധിക്കും. ഒരാൾക്ക് വേണ്ടിയല്ല, 100 ആൾക്ക് വേണ്ടിയല്ല, 1000 ആൾക്ക് വേണ്ടിയല്ല, 1,00,000 ആൾക്കാർക്ക് വേണ്ടിയല്ല, ഈ ഭൂഖണ്ഡത്തിൽ നിലകൊള്ളുന്നതായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയും, സർവ്വജീവജാലങ്ങൾക്ക് വേണ്ടിയും, സർവ്വചരാചരങ്ങൾക്ക് വേണ്ടിയും, ഈ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും മനുഷ്യനും ജീവികൾക്കും സ്വൈര്യത്തോടു കൂടി സമാധാനത്തോടു കൂടിയും ശാന്തിയോടു കൂടിയും ജീവിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ശാന്തിയും സമാധാനവും ഈ ലോകമാസകലം ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? അതെൻ്റെ കർത്തവ്യമാവുന്ന എനിക്ക്. ഞാനൊന്നും ചെയ്യാൻ പറ്റാത്തവനാണ്, എൻ്റെ അടുത്ത് പണമില്ല, എനിക്കറിവില്ല എങ്കിൽ അതിമഹത്തമായിട്ടുള്ള ഗുണം ചെയ്യുന്നു. നമ്മൾ ഈ ലോകസമക്ഷം പ്രാർത്ഥിക്കണം. ലോകത്തിലുള്ളതെല്ലാം എന്നെപ്പോലെയുള്ള എൻ്റെ മക്കളാവാം. എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ളവരെല്ലാം എൻ്റെ മക്കളാണ്. എൻ്റെ സഹോദരൻ്റെ പ്രായക്കാരെല്ലാം എൻ്റെ സഹോദരിയും സഹോദരനുമാണ്. എൻ്റെ മാതാപിതാക്കളുടെ പ്രായക്കാരെല്ലാം എൻ്റെ മാതാപിതാക്കളാണ്. എൻ്റെ കൂട്ടുകുടുംബങ്ങളിലുള്ളതെല്ലാം എപ്രകാരമാണോ അപ്രകാരം തന്നെ കൂട്ടുകുടുംബമാണ് നമ്മളെല്ലാവരും എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉദിച്ചുണരണം. ആരെയും വെറുക്കാത്തതായിട്ടുള്ള മനസ്സിനുടമയാകണം. അറപ്പും വെറുപ്പും അകന്നു പോകണം. ദരിദ്രനെന്നോ ഉയർന്നവനെന്നുള്ളൊരു തോന്നലാകുന്ന ആ വെറുപ്പ്, ആ അറപ്പ് നമ്മളിൽ നിന്നും മാഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കാലം അധികരിച്ചുവോ എന്ന് തോന്നിപ്പോകുന്നു. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഏവരും ഉണർന്ന് പ്രവർത്തിക്കണം. നന്മയ്ക്ക് വേണ്ടി, നന്മയിലൂടെ, ശാന്തിയിലൂടെ, സമാധാനത്തിലൂടെ രക്ഷകരായി, ഏവരുടെയും തൻ്റെ കുടുംബത്തിലെ രക്ഷകരായി നമ്മൾ മാറുന്നത് എപ്രകാരമാണോ, നമ്മുടെ സഹോദരിമാരെയും മാതാപിതാക്കളെയും മക്കളെയും സംരക്ഷിക്കുന്ന എപ്രകാരമാണോ അപ്രകാരമുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് സമൂഹത്തിനോടും ഉണ്ടാകണം. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബിസിനസ് കൊണ്ടോ, നമ്മുടെ കർമ്മം കൊണ്ടോ, നമ്മുടെ കച്ചവടം കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള നമുക്കൊരു അല്പമെങ്കിലും ഒരു മെച്ചമുണ്ടെങ്കിൽ അതിന് ചെറിയൊരു അംശം നിങ്ങൾക്ക് സമൂഹത്തിലുള്ള നിർധനരായിട്ടുള്ള കുടുംബങ്ങളെ സഹായിച്ചുകൊണ്ട് അവരെ ഉദ്ധരിപ്പിക്കണം. ഏവരും നിങ്ങളുടെ കുടുംബമാണെന്നുള്ള ധാരണയോടുകൂടി നിങ്ങളൊരു കൂട്ടാണ് അവനെന്നറിഞ്ഞുകൊണ്ട് എന്നെപ്പോലെ പിറന്നതാണ് അവരും. അവരുടെ വിധി ഇങ്ങനെ ആയതിനോർത്ത് നമ്മൾ വിഷമിക്കേണ്ട. പക്ഷേ നമ്മളുള്ളതെന്തെങ്കിലും അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഉദ്ധരിപ്പിക്കുവാനായിക്കൊണ്ടൊരല്പമെങ്കിലും, ഒരു വീട് പണി നടക്കുന്നിടത്ത് ഒരു നിർധനനായിട്ടുള്ള കുടുംബമാണെങ്കിൽ അവനൊരു ചാക്ക് സിമെൻറ്റിൻ്റെ പൈസ കൊടുക്കുകയോ, അല്ലെങ്കിൽ ഒരു 10 കല്ല് വാങ്ങുവാനുള്ളൊരു 10 കല്ല് കൊണ്ട് തികയില്ലെങ്കിലും അവനതെല്ലാം വേണം. അതിന് വേണ്ടതായിട്ടുള്ള കല്ലുകൾ മുഴുവൻ വേണം. പക്ഷേ 10 കല്ലിനുള്ളതോ എന്തിനെങ്കിലും, അല്ലെങ്കിൽ ഒരു ലോഡ് എംസാനോ മണലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. നിർധനരായിട്ടുള്ള കുടുംബങ്ങളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പഠനോപകരണങ്ങളോ പഠിക്കുവാനുള്ള സഹായഹസ്തങ്ങളോ ആയി നിങ്ങൾ ചെല്ലണം. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ വീടുകളിൽ ചെന്നവർക്ക് രോഗദുരിതങ്ങൾക്ക് ആയതിനു വേണ്ടിയിട്ടുള്ള അവരനുഭവിക്കുന്നതിന് ആയിക്കൊണ്ടുള്ള സഹായങ്ങൾ എന്തെല്ലാമാണോ വേണ്ടത് അന്വേഷിച്ച് ചെയ്യണം. എന്നെക്കൊണ്ട് അവിടെ പോകാൻ പാകമില്ല, ലക്ഷക്കണക്കിന് രൂപ എൻ്റെ കയ്യിലില്ല, ആയതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് തോന്നരുത്. ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരുവനാണെങ്കിൽ പോലും എത്രയോ ദിവസങ്ങൾ അവൻ അധ്വാനിച്ചത് എത്രയോ നമ്മൾ കഴിച്ചും ഉണ്ടും കഴിച്ചും നമ്മൾ വാങ്ങിയും ചെലവഴിച്ചും ഒരുപാട് ചിലവഴിച്ചില്ലേ.
ഒരു ദിനത്തെ കൂലി, ഒരു ദിനം പണിയെടുക്കുന്നൊരു കൂലി ഒരു ഗൃഹത്തിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ളൊരു മൂല്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കരുത്. ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ, കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുക്കണമെന്നല്ല പറയുന്നത്. ഒരു രൂപ കൊടുക്കുന്നത് പോലും ദാനമാണെന്നറിയണം. ഒരു രൂപ, ഒരു 10 രൂപ, ഒരു 100 രൂപ, ഒരു 50 രൂപ, എത്രയാണോ കൊടുക്കാൻ കഴിയുന്നത് അതെല്ലാം ദാനം തന്നെയാണ്. ദാനത്തിൻ്റെ മുമ്പിൽ വലിയ ദാനം ചെറിയ ദാനോ എന്നൊന്നുമില്ല. കാരണം 1 രൂപയായാലും 1,00,000 രൂപയായാലും ദാനത്തിനൊരു മുഖ്യമായിട്ടുള്ള വിശേഷണം തന്നെയുള്ളൂ. ദാനം അധികമോ കുറവോ ഇല്ല. എല്ലാ ദാനവും ദാനം തന്നെയാണ്. തന്നിൽ കഴിയും പ്രകാരമുള്ള ദാനങ്ങൾ ചെയ്യുമ്പോൾ അതിമഹത്തായിട്ടുള്ള ദാനമായി മാറുന്നു. ആയതിൽ സമാധാനവും പ്രധാന ദാനമാകുന്നു. കുടുംബത്തിലും കൂട്ടുകുടുംബങ്ങളിലും സമൂഹത്തിലും സമാധാനം സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലൂടെയുള്ള പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നമ്മൾ ചെയ്തു വരുന്നവരാണെങ്കിൽ ആ സമാധാനം നൽകുന്ന ആ സമൂഹത്തിൽ ആയതിലൂടെ ഉണരുന്നു. ശാന്തിയോടുകൂടി സമാധാനം നഷ്ടപ്പെടുത്തൽ, സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അപ്രകാരം സമാധാനമായി തീരുമ്പോൾ നമ്മളതും വലിയ ദാനമായി അപ്രകാരം സമൂഹത്തിൻ്റെ ഇടയിൽ മാറുന്നു. അങ്ങനെ നല്ലൊരു കൂട്ടായി, നല്ലൊരു കുടുംബമായി, നല്ലൊരു സമൂഹമായി, മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന ധർമ്മനിഷ്ഠയോടുകൂടിയും സത്യനിഷ്ഠയോടുകൂടിയും സ്നേഹനിഷ്ഠയോടുകൂടിയും സ്വഭാവശുദ്ധിയോടുകൂടിയും യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ പറയാതെ കണ്ട് അവനവനിലുള്ള കുറ്റങ്ങളും കുറവുകളും നികത്തിക്കൊണ്ട് തൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആത്മാവിനോടായിക്കൊണ്ട് പറയണം, ഇന്നലെ വരെ ഞാൻ ഏതു ചെയ്തു എൻ്റെ മഹാത്മാവേ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഡ്രൈവറായി നിലകൊള്ളുന്ന എൻ്റെ ആത്മാവേ, അങ്ങനെ മുതൽ എന്നെ നിയന്ത്രിക്കണം. വാഹനമാകുന്ന എന്നെ അങ്ങ് ഇനി നിയന്ത്രിക്കണം. എൻ്റെ നിയന്ത്രണത്തിൽ ഇനി അങ്ങ് വാഹനം ഓടിക്കരുത്. അങ്ങ് എൻ്റെ വാഹനം സദാ ചലിപ്പിക്കുന്നത് അങ്ങാണ്. ഇതുവരേക്കും എൻ്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് നിങ്ങൾ വാഹനം ഓടിച്ചു. ഇനി മുതൽ അങ്ങ് മാത്രം വാഹനം അങ്ങയുടെ ഇഷ്ടപ്രകാരം ഓടിക്കുക. എന്നെ എവിടെ എത്തിക്കണം, എവിടെ എത്തിക്കണ്ട എന്ന് അങ്ങ് തീരുമാനിക്കണം. ആവശ്യങ്ങൾക്കനുസരിച്ച് പോകേണ്ടിടത്തേക്ക് എൻ്റെ വാഹനം ചലിപ്പിച്ചു കൊണ്ട് നിർത്തണം. വേണ്ടാത്തിടത്തേക്ക് എൻ്റെ വാഹനത്തെ ചലിപ്പിച്ചു കൊണ്ടുപോകരുത്. എവിടേക്കാണോ അക്രമവും അനീതിയും വൈകൃതങ്ങളായിട്ടുള്ള കലകൾ നടനമാടുന്നതും മയക്കുമരുന്നുകളും മദ്യഷാപ്പുകളും ഉള്ളിടത്തേക്ക് പോകരുത്. കൊല്ലുന്നിടത്തേക്കും കൊല്ലിപ്പിക്കുന്നിടത്തേക്കും പോകരുത്. അവരുടെ നിന്നും എന്തെങ്കിലും കൈപ്പറ്റുകയോ വാങ്ങുകയോ സഹായങ്ങൾ ചെയ്യുകയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതെ കണ്ട് ഉണർവുള്ളൊരു മനുഷ്യനായി എന്നെ ഉണർത്തണം. നല്ല ഡ്രൈവറുടെ നല്ല വാഹനത്തിൽ കയറിക്കൊണ്ടു പോകുന്നൊരു ഉടമക്കാരൻ്റെ അവസ്ഥ അപ്രകാരമുള്ളൊരാനന്ദത്തോടു കൂടി ഇനി മുതൽ ഞാൻ മുന്നോട്ട് പോകണം. ഒരു ഉറുമ്പിനെ പോലും ഈ വാഹനം കൊണ്ട് കയറ്റി ജീവഹാനി സംഭവിക്കരുത്. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള ഏതെല്ലാം തരത്തിലുള്ള ജീവികളുണ്ടോ അതറിഞ്ഞുകൊണ്ടൊരു ഉറുമ്പിനെ പോലും നോവിക്കാതെ വേണം ഈ വാഹനത്തെ ഓടിക്കുവാൻ. അപ്രകാരമുള്ളൊരു ഉത്തരവാദിത്വം ഡ്രൈവറാകുന്ന നമ്മുടെ ആത്മാവിന് കൊടുത്തുകൊണ്ട് നമ്മൾ പറയണം. ഏത് സമയത്തും നമ്മൾ ആത്മാവിനെ വിളിച്ചുകൊണ്ട് പറയണം, രക്ഷിക്കണം. ഒരുപാട് അറിഞ്ഞുമറിയാതെയും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ശുദ്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചിന്തകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പ്രവൃത്തികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ക്രിയകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അന്ധവിശ്വാസത്തിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ അറിയുന്നു അതെല്ലാം തെറ്റായിരുന്നു. പൊറുക്കണം, മാപ്പാക്കണം. ഞാൻ എൻ്റെ ആജ്ഞപ്രകാരം അങ്ങ് ഈ വാഹനം ഓടിച്ചില്ലേ, അതിലെല്ലാം ഞാൻ അറിയുന്നു വേണ്ടായിരുന്നു. ഇനി അങ്ങയുടെ ഇഷ്ടപ്രകാരം വാഹനം ഓടിക്കണം. ഇതുവരേക്കും എൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ മുതലാളിയും ആയ വാഹനത്തെ ഡ്രൈവറാവുന്ന അങ്ങയെ
യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ കണ്ട് അങ്ങാണിത് ഓടിക്കുന്നത്, അങ്ങയെ ഞാൻ ബലമായി ഇപ്രകാരമുള്ള സ്ഥലത്തേക്കെല്ലാം വിടണം. അതിലെല്ലാം ഒരുപാട് ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും പാപങ്ങളും ഞാൻ ഈ ജന്മം കൊണ്ടും പല ജന്മം കൊണ്ടും ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അതാണ് എനിക്കുള്ള നേട്ടം. പക്ഷേ ഇനി ആയതിന് പ്രായശ്ചിത്തം ചെയ്യണം. സമൂഹത്തിലൂടെ നല്ലൊരു വാഹനവും നല്ലൊരു ഉടമക്കാരനും പോകുന്നു. അദ്ദേഹത്തിന് ആര് സഹായം ചോദിച്ചാലും അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം അതിന് എപ്പോഴും റെഡിയാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ കണ്ട അദ്ദേഹത്തിൻ്റെ വാഹനത്തെ സമൂഹത്തിന് ആര് വിളിച്ചാലും സഹായിക്കാനായി കൊണ്ടുപോകുന്ന ഒരു മുതലാളിയും ഒരു വാഹനവും ഒരു ഡ്രൈവറും അവിടെ ഉണ്ട്. അവരുടെ ഫോൺ നമ്പർ വിളിച്ചാൽ ആ വാഹനം നമുക്ക് ഈ ഉപകാരത്തിന് കിട്ടും. അങ്ങനെയുള്ള വാഹനത്തിന് ഉടമകളായി തീരണം. എല്ലാവരെയും പറ്റുന്ന രീതിയിൽ സഹായിക്കാനായിക്കൊണ്ട് ഉദ്ധരിക്കണം നമ്മുടെ ജീവിതമാകുന്ന ഈ പന്താവ്. അപ്രകാരമായി തീരണം. നല്ല മക്കളായി, നല്ല വിദ്യാർത്ഥികളും അധ്യാപകരും ഉദ്യോഗസ്ഥന്മാരായി തീരണം. സഹോദരിമാരായി തീരണം. നല്ല കർഷകരായി തീരണം. ലാഭേച്ഛ കൂടാതെ കണ്ട് കുറഞ്ഞ ലാഭം കൊണ്ട് നിങ്ങൾ കച്ചവടം നടത്തുന്നവരായി മാറണം. പറ്റിക്കാത്തതും ചതിക്കാത്തതുമായിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊടുക്കാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം. കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള സാധനങ്ങളും നല്ലതായിട്ടുള്ള സാധനങ്ങളും നമുക്ക് വിശ്വാസമുള്ളതായിട്ടുള്ള നല്ല സാധനങ്ങളും കൊടുത്തുകൊണ്ട് ചെറിയ ലാഭം കൊണ്ട് നിങ്ങൾ വലിയ കച്ചവടക്കാരായി മാറും. ചെറിയ ലാഭം കൊണ്ട് നിങ്ങൾ വലിയ മാതൃകാപരമായിട്ടുള്ള കച്ചവടക്കാരായി നിങ്ങൾ മാറും. കൂടുതൽ ലാഭം കൊണ്ട് കുറഞ്ഞ ഗുണമുള്ള സാധനങ്ങൾ കൊടുത്താൽ നിങ്ങൾ നേടുന്നത് കൂടുതൽ ലാഭവും നിങ്ങൾ അതപ്പതിച്ച കച്ചവടക്കാരായി മാറുന്നു. കിട്ടുന്നത് എത്ര ലാഭമുണ്ടായിരുന്നാൽ നിങ്ങൾക്ക് ഒരു സമയത്ത് ഉപകരിക്കുകയും മറ്റൊരു സമയത്ത് അത് ഉപകരിക്കാൻ പോരാതെ വരുമ്പോൾ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ശാപപാപങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു വസ്തു പോലും എന്ത് ഭക്ഷണമായിക്കൊള്ളട്ടെ, അന്നപാനീയങ്ങളായിക്കൊള്ളട്ടെ, അന്നപാനീയങ്ങളായിക്കൊള്ളട്ടെ, സസ്യങ്ങളായിക്കൊള്ളട്ടെ, പച്ചക്കറികളായിക്കൊള്ളട്ടെ, ധാന്യങ്ങളായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, മാതൃകാപരമായിട്ടുള്ള നല്ലതാണെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ മാതൃകാപരമായ രീതിയിലൂടെ മുന്നോട്ട് പോകണം. സ്നേഹസന്തോഷത്തോടു കൂടി നമ്മളിലുള്ള പോരായ്മകൾ നമ്മൾ ഡ്രൈവറോട് പറയണം. എൻ്റേതിൽ നിലകൊള്ളുന്നത് എനിക്കും സമൂഹത്തിനും ദോഷകരമായിട്ടുള്ള എന്തെല്ലാമാണോ എന്നിൽ അടങ്ങിയിരിക്കുന്നത് ആയവയെല്ലാം എന്നിൽ നിന്നും അകറ്റി എന്നെ ശുദ്ധീകരിക്കണം. എൻ്റെ മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖവുമായി തീരണം. ജഗദീശ്വരി. അപ്രകാരമുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയേ ഏവരും മുന്നോട്ട് പോകണം. നല്ലതിനായിക്കൊണ്ട് അവരവരുടെ രക്ഷയ്ക്കുതകുന്നവരായിക്കൊണ്ട് അവരവരുടെ മാതൃകാപരമായി വാഹനത്തെ ഉപയോഗിക്കുവാനായിക്കൊണ്ട് ഏവരും ശ്രദ്ധിക്കണം. നല്ലതിനു വേണ്ടി, നല്ല നാടിനു വേണ്ടി, നല്ലൊരു കൂട്ടിനു വേണ്ടി മാതൃകാപരമായിട്ടുള്ളൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം. ഏവരും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയോടുകൂടി നല്ല കവികളായി നല്ല കലകൾ രചിക്കുന്ന മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലൂടെ എന്തും ഏതും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. നല്ല കലാകാരനായി മാറണം. ഒരു മനുഷ്യൻ അവൻ നല്ലൊരു കലാകാരനാണെന്നറിയണം. അവൻ്റെ ജീവിതമാകുന്ന പന്താവിൽ അവൻ നിഷ്ഠയോടുകൂടിയും കരുതലോടുകൂടിയും ജീവിക്കുന്നൊരുത്തനാണെന്ന് ഉള്ള ബോധ്യം സ്വയം വരണവനും അവൻ്റെ ജീവിതമാർഗങ്ങളിലൂടെ കണ്ടെത്തണം. അപ്രകാരമുള്ള ആനന്ദം, മഹത്തായിട്ടുള്ള ആനന്ദം മനസ്സുകൊണ്ടുപോലും ചിന്തകൾ കൊണ്ടുപോലും വാക്കുകൾ കൊണ്ടുപോലും കർമ്മങ്ങൾ കൊണ്ടുപോലും പ്രവൃത്തികൾ കൊണ്ടുപോലും ക്രിയകൾ കൊണ്ടുപോലും സമൂഹത്തെയും ഒരു മനുഷ്യനെയും ധ്വംസിക്കാത്തതായിട്ടുള്ള വിഷയത്തിലൂടെ നമ്മൾ ഓരോ പ്രവൃത്തികളും നിരീക്ഷിച്ചും ചെയ്തുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോകണം.
അപ്രകാരമുള്ളൊരു മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കണമേവരും നല്ലതിനു വേണ്ടി. ശ്രദ്ധിക്കണമേവരും. നമ്മൾ പറയണം, നമുക്ക് പോരായ്മയുള്ളത് എന്താണ്? ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ പ്രയാസങ്ങളോ അവസ്ഥകളോ ഉണ്ടെങ്കിൽ നമ്മൾ പറയണം, എൻ്റെ ഭാര്യയിൽ നിലകൊള്ളുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിക്കൊടുക്കണം. എൻ്റെ ഭാര്യയിലുള്ള ഡ്രൈവറോടായിട്ട് നമുക്ക് കൽപ്പിക്കാം, അല്ലെങ്കിൽ ഭർത്താവിനോടായിട്ട് നമുക്ക് കൽപ്പിക്കാം. ഭർത്താവിന് നിലകൊള്ളുന്ന ഡ്രൈവറോട്, എൻ്റെ ഭർത്താവാകുന്ന ആ വാഹനത്തെ ഡ്രൈവറാകുന്ന ആത്മാവെ, അങ്ങ് ശുദ്ധമായിട്ടുള്ള പാതയിലൂടെ നയിക്കണം, ഡ്രൈവ് ചെയ്യണം. അവരിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ദോഷവൈകൃതങ്ങളെ, മനസ്സിനെ നിങ്ങൾ ക്രമേണ ഒതുക്കിക്കൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഭർത്താവായി മാറ്റുവാനായിക്കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കണം. അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇപ്രകാരമുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അപ്രകാരമുള്ള പ്രാർത്ഥനകളും നമുക്കൊരുപാട് ഗുണം ചെയ്യുന്നു. നമുക്ക് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം, മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, അച്ഛന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഉപ്പാക്കും ഉമ്മാക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏവരിലും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലുമുള്ള പോരായ്മകൾ എന്തെല്ലാമാണോ, എനിക്കും എൻ്റെ കുടുംബത്തിനും കുലത്തിനും വംശത്തിനും ഗോത്രത്തിനും തറവാടിനും മാതാവിനും പിതാവിനും സമൂഹത്തിനും ദോഷകരമായി ഭവിക്കുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും നിലകൊള്ളുന്നതായിട്ടുള്ള ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോപരമായും ബോധപരമായും ഉപബോധപരമായും സർവ്വബോധതലങ്ങളിലും സർവ്വബോധമണ്ഡലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വചിന്തകളിൽ നിന്നും സർവ്വപ്രവൃത്തികളിൽ നിന്നും സർവ്വകർമ്മങ്ങളിൽ നിന്നും സർവ്വക്രിയകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി, അനുഗ്രഹിക്കണം ജഗദീശ്വരി. ഏവർക്കും